സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ വന്യജീവി ആക്രമണം. കണ്ണൂരിൽ കുറുനരിയുടെ ആക്രമണത്തിൽ 2 സ്ത്രീകൾക്ക് പരിക്കേറ്റു. കോട്ടയത്ത് പുതുപ്പള്ളിയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. വയനാട് മേപ്പാടിയിലും കോഴിക്കോട് വിലങ്ങാട് മേഖലയിലും കോന്നി കുളത്തുമണ്ണിലും കാട്ടാന ഇറങ്ങി. തിരുവനന്തപുരം വിതുരയിൽ ആദിവാസി സ്ത്രീയുടെ വീട് കാട്ടാന തകർത്തു. ഇന്നുച്ചയോടെയാണ് കണ്ണൂരിലെ തോട്ടട കിഴുന്നപ്പാറയിൽ കുറുനരിയുടെ ആക്രമണമുണ്ടായത്. ഒരു സ്ത്രീയുടെ വിരലറ്റു. പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒരാളുടെ നില ഗുരുതരമാണ്. മുൻപും മേഖലയിൽ കുറുനരിയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. വയനാട് മേപ്പാടി നെല്ലിമുണ്ടയിലാണ് കാട്ടാന ഇറങ്ങിയത്. പാറക്കും വയലിൽ തെങ്ങ് കുത്തിമറിച്ചിട്ടു. സെയ്ദ് മണലടിയുടെ 2 തെങ്ങും സലീം പാറക്ക വയലിന്റെ 4 തെങ്ങുമാണ് കുത്തിമറിച്ചിട്ടത്. 3 ആനകളാണ് പ്രദേശത്തിറങ്ങിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. മേപ്പാടി പുഴമൂലയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ കാട്ടാന ഇന്നലെ രാത്രിയുമെത്തി. സുരേഷിന്റെ വീടിന് മുൻവശത്താണ് കാട്ടാന എത്തിയത്. കോഴിക്കോട് വിലങ്ങാട് കൂറ്റല്ലൂരിലും പാറക്കാട് ഉന്നതിയിലും കാട്ടാന ശല്യം രൂക്ഷമാണ്. പ്രദേശത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കണ്ണവം വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ എത്തുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വനാതിർത്തിയിലെ വൈദ്യുതി വേലി തകരാറാണ് ആനകൾ കൃഷിയിടത്തിലെത്താൻ കാരണം. കോന്നി കുളത്തുമണ്ണിലും ജനവാസ മേഖലയിൽ കാട്ടാനകൾ എത്തി കൃഷി നശിപ്പിച്ചു. രവീന്ദ്രൻ, റോസമ്മ എന്നിവരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ എത്തിയത്. തിരുവനന്തപുരം വിതുരയിലും കാട്ടാനാക്രമണമുണ്ടായി. മണലി കളമൂട്ടുപാറ സ്വദേശി രാധയുടെ വീട് തകർത്തു. കാട്ടാന വരുന്നത് കണ്ട് ഇവർ ഓടി മാറിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ് ഈ മേഖല. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 വയനാട്.